ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസിയിലെ ആറാമത്തെ മൂവി ആയിട്ടുള്ള ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് ഒരു നൈസ് മൂവി ആയിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മറ്റു ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമകളെ പോലെ തന്നെ ഈ ഒരു സിനിമയിലും എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും മരണങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഒരു കട്ട്സും കാര്യങ്ങളും കൂടാതെ തന്നെ എ റേറ്റഡ് മൂവി ആയിട്ട് തന്നെ ഇറക്കി എന്നുള്ളത് തന്നെയാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാ മരണങ്ങളും കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള വയലൻസോട് കൂടി തന്നെ ഗംഭീരമായിട്ട് തന്നെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ പേര് പോലെ തന്നെ ഒരു ബ്ലഡ് ലൈനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫാമിലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ മരണങ്ങൾ കാര്യങ്ങൾ സംഭവിക്കുന്നത്. യൂഷ്വലായിട്ട് കണ്ടുവരുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവി പോലെ തന്നെ വലിയ ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു ഈവന്റ് നടക്കുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ മരണങ്ങൾ വേട്ടയാടുന്നു. സോ തുടർന്നുണ്ടാവുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ബട്ട് ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടൊരു സ്റ്റോറി ഉണ്ട്, അതിനൊരു ബ്ലഡ് ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു ആർക്ക് ഉണ്ട്. സോ അതിൽ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ മരണങ്ങൾ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓൾസോ ഈ ഒരു സിനിമയിലോട്ട് വന്നിരിക്കുന്ന ഡാർക്ക് ഹ്യൂമേഴ്സും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്ക് ഡ്രോപ്പിൽ വരുന്ന മ്യൂസിക്കിലൂടെയും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെയും കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഡയലോഗ്സിലൂടെയും കൊടുത്തിരിക്കുന്ന കോമഡികളും കാര്യങ്ങളൊക്കെ സൂപ്പർവായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവി ആയിട്ട് തന്നെയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.